ഖുർആൻ എന്താ മറ്റു ഭാഷയിൽ ഇറക്കിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇനിയിപ്പോ അള്ളാഹു ഖുർആൻ വേറെ ഭാഷയിൽ ഇറക്കി നോക്കുക. അപ്പൊ അടുത്ത ചോദ്യം എന്തായിരിക്കും? അജമിയും അറബി, അത് ഖുർആൻ അജമിയും പ്രവാചകൻ അറബി എങ്ങനെയാവുന്നത്? അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കില്ല, അല്ലെങ്കിൽ മറുചോദ്യങ്ങളും തർക്കങ്ങളും അവസാനിച്ചിട്ട് ഒന്നും ഈ ദുനിയാവിലൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ കുതർക്കത്തിന്റെ ആളുകളുടെ സ്വഭാവം ശരിക്കണം. അപ്പൊ അതിന്റെ ആശയം മനസ്സിലാക്കുമ്പോൾ കൂടുതൽ അത് മനസ്സിലാവും അല്ലെ. ഖുർആനിൽ ഇപ്പൊ ഇവര് വേറെ എന്തെങ്കിലും ഭാഷയിൽ അള്ളാഹ് ഇറക്കിക്കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോ അള്ളാഹ് ഇനി വല്ല ഇംഗ്ലീഷിലോ പെർഷ്യൻ ഭാഷയിലോ ഹീബ്രു ഭാഷയിലോ ഖുർആൻ ഇറക്കി നോക്കുക. ഖുർആൻ കൊണ്ടുവന്ന ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ അറബിയാണ്. അതിന്റെ പ്രഥമ ശ്രോതാക്കളായ മക്കക്കാരും മറ്റ് അറബികളാണ്. അപ്പൊ അടുത്ത മറുചോദ്യം വരുന്നത് അജമിയും അറബി, ഖുർആൻ അനറബിയും പ്രവാചകൻ അറബിയാണോ? അപ്പൊ അത് ഈ കുതർക്കത്തിന്റെ ആളുകൾക്ക് പിന്നെ എന്താണ്, ഏത് തെളിവുകൾ കൊടുത്താലും അവർക്ക് അതിനൊക്കെ ഒരു മറുചോദ്യമോ മറുവാദങ്ങളോ ഉണ്ടാവും. നമുക്ക് അതിന്റെ വിഷയം മനസ്സിലാക്കുമ്പോൾ ഒന്ന് പറയാം. അതിന്റെ പ്രയോഗം അജമി, അതിന്റെ അടിസ്ഥാനപരമായ ഭാഷാ പ്രയോഗം ഇങ്ങനെ അജമി, അതായത് അവിടെ ഇസ്തിഫാം, ഹംസത്തുൽ ഇസ്തിഫാം എന്ന് പറയാറുണ്ട്. അഥവാ ചോദ്യം ചെയ്യാനുള്ള ഹംസയാണ്. അജമി എന്നാണ്. അജമി എന്ന് പറയും, അജമി എന്ന് പറയും. അജമിയും അജമിയും അങ്ങനെയാണോ? അങ്ങനെ ഓതുന്ന പ്രാർത്ഥനയുണ്ട്. അപ്പൊ നമ്മള് എങ്ങനെയാണോ അജമി, രണ്ടാമത്തെ ഹംസ തസ്സീലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു അലിഫിന് സുക്കൂനുണ്ട്. അജമിയും